ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പ്രാക്ടിക്കലായിട്ട്, ഐ റിപ്പീറ്റ്, പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടോ വെള്ളം വെച്ചിട്ടോ ഒന്നും പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമില്ല. അവനവന്റെ എനർജി പോകുന്നല്ലാതെ നോ യൂസ്. വെറുതെ BP കൂട്ടേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് ഇരുന്നിട്ട് സംസാരിക്കാം. ഇപ്പോ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളാണെങ്കിലും ഈ വീഡിയോ കാണുന്ന ആളുകളിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്നോടൊരു വിയോജിപ്പ് തോന്നിയേക്കാം. നോ പ്രോബ്ലം, നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, നോ പ്രോബ്ലം. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷം. പറഞ്ഞൊന്ന് മാത്രം കാര്യത്തിൽ കേടകാം. ദയാ സുജിത്, നമ്മുടെ മഞ്ജു ചേച്ചിയുടെ, മഞ്ജു പിള്ളയുടെ മകള്, പുള്ളിക്കാരി 2023 ഇൻസ്റ്റാഗ്രാമിന്റെ അകത്തൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ മോഡലിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടൊരു പോസ്റ്റാണ്. അത് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കണ്ട അവരെ ചീത്ത വിളിക്കാൻ വേണ്ടി പോകേണ്ട കാര്യമൊന്നും ആക്ച്വലി ഇല്ല. അതൊക്കെ ജസ്റ്റ് വിടാവുന്ന കാര്യങ്ങളാണ്. എന്തിനു വെറുതെ. ഇപ്പോ ഷഫീന ബീവി എന്ന് പറഞ്ഞ പുള്ളിക്കാരി, അവര് ഈ പറഞ്ഞ മഞ്ജു പിള്ളയുടെ ബന്ധുവോ അല്ലെങ്കിൽ മകളുടെ ബന്ധുവൊന്നും അല്ല. അവര് അവരുടെ ചാനലിൽ ഇരുന്നിട്ട് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കര ചീത്ത വിളി, ഭയങ്കര ബഹളം ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളായിക്കോട്ടെ, കേൾക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് ഇപ്പൊ എല്ലാത്തിനോടും യോജിക്കാൻ പറ്റിക്കോളണം യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് വിയോജിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും, നമുക്ക് വിമർശിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ആയിക്കോട്ടെ, നമുക്ക് വിമർശിക്കാം, അതിലും തെറ്റില്ല. പക്ഷേ ഈ വിമർശനം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തില് വിമർശനമായിരിക്കണം. അത്രയേ ഉള്ളൂ. വിമർശനമായിരിക്കണം. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയില്ലേ. ഞാൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് വരുമൊന്നുമല്ല, ഞാൻ പഠിപ്പിച്ചു തരാൻ ആരുമല്ല അല്ല. പക്ഷേ അവനവന്റെ കയ്യില് കൃത്യമായിട്ട് വിമർശിക്കാനുള്ള പോയിന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അവനവന്റെ പോയിന്റ്സിൽ അവനവൻ കോൺഫിഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് മാന്യമായി സഭ്യമായ രീതിയിൽ ഇരുന്ന് പറഞ്ഞാലും ഓക്കെയാണ്. അങ്ങനെ ചെയ്യാതെ വന്നിരുന്നിട്ട് ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ചവിട്ടിത്താഴ്ത്തുന്നു, ആക്ഷേപിക്കുന്നു. അവര് വേണ്ടാത്തതാണ് വിളിച്ച് പറയുന്നത്, വളരെ വൾഗറായിട്ട്. എന്തൊക്കെയാ പറയുന്നത്? മറ്റേ എന്താണ്, തുണി ബാക്കിയും കൂടി മൂര് വന്നിരുന്നിട്ട് ആൾക്കാരെ അവത്തട്ടെ എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ അവരുടെ വീഡിയോ ക്ലിപ്പൊന്നും ഇതിൻ്റെ അകത്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞത് എല്ലാം ഒന്നും ഞാൻ എന്റെ വാ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് റോസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല എന്റെ ഉദ്ദേശം. എനിക്ക് ഇതൊക്കെ കൂടി കണ്ടപ്പോ എനിക്കൊരു വിയോജിപ്പ് തോന്നിയപ്പോ ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സഭ്യമായ ഭാഷയെങ്കിലും ഉപയോഗിക്കാം. ഇത് പറയുമ്പോൾ ഇനിയിപ്പോ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി വരുമെന്ന് അറിയില്ല. എനിക്ക് നല്ല പേടിയുണ്ട്, തുറന്നു പറയാം. എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി വരും എന്നുള്ള പേടി എനിക്ക് ആക്ച്വലി ഉണ്ട്. കാരണം എനിക്ക് ഇങ്ങനെ കണ്ടിക്കണ്ട ആൾക്കാരുടെ വായിരിക്കണ തെറിയൊന്നും വിമർശനം കേൾക്കാൻ ഞാൻ ഓക്കെയാണ്. കാരണം ഈ ലോകത്ത് എന്താണ് വിമർശനം എന്ന് പറഞ്ഞൊരു സാധനത്തോട് എന്താ പറയാ, എന്നെ ആരും വിമർശിക്കരുതെന്നൊന്നും പറഞ്ഞിട്ടിരിക്കാനൊന്നും പറ്റില്ല. വിമർശനം ഞാൻ ഓൾവേസ് വെൽക്കം ആണ്. പക്ഷെ നിങ്ങളുടെ ചീത്തവിളി എനിക്ക് കേൾക്കാൻ വയ്യ, അതിന്റെ ആവശ്യം എനിക്കില്ല. എനിക്ക് മാന്യമായിട്ട് ഈ കാര്യം വന്ന് പറഞ്ഞിട്ട് പോകണം തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറഞ്ഞേ പുള്ളിക്കാരിനെ? അതായത് ഇപ്പൊ ഓക്കെ, വസ്ത്രം, എനിക്കിത് പറഞ്ഞു പറഞ്ഞ അടുത്തൊരു കാര്യമാണ് ഈ വസ്ത്ര സ്വാതന്ത്ര്യം. അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ബട്ട് ഒരു കാര്യം ഞാൻ പറയാം. അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ അകത്ത് അവരിങ്ങനെ ഇത് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലേഡി ഒന്നും അല്ല. അവര് ഇട്ടു ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് 2023 ഇട്ടു. അത് ആ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സാഹചര്യത്തിൽ അവരിട്ടൊരു പോസ്റ്റാ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ഇപ്പെടുത്ത് വെച്ച് അവരെന്തോ ഇവിടെ സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ വഴിതെറ്റിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ഇതിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാൻ, ആരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്? എന്തിനാണ്? ആരെ പ്രാക്ടിക്കലി, അതാ ഞാൻ പറഞ്ഞു, പ്രാക്ടിക്കലി നിങ്ങൾ ഈ പറയുന്നതിന്, നിങ്ങൾ ഈ ചീത്ത വിളിച്ചുകൊണ്ടൊക്കെ പറയുമ്പോഴേ നിങ്ങൾ സഭ്യതയോടുകൂടി ശാന്തമായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ പിന്നെയും ഓക്കെ. പക്ഷെ ഇതിങ്ങനെ ഇത് ചീത്ത വിളിക്കുമ്പോൾ നിങ്ങൾ ആരെ നന്നാക്കാനാണ് നോക്കുന്നത്? നിങ്ങൾ ഒരാളെ നന്നാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീക്ക് വേണ്ടി വർത്താനം പറയുന്നു, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി വർത്താനം പറയണം എന്നുള്ള രീതിയിൽ വർത്താനം പറയുമ്പോൾ നിങ്ങളൊരു സ്ത്രീനെ ആക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വീഡിയോസ് ഇവിടെയുള്ള കുട്ടികളൊക്കെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോ പറയുന്നത് ഇതൊക്കെ എന്താണ് പബ്ലിക്കിലേക്ക് ഇത് പോണ സമയത്ത് നല്ലതല്ല, അങ്ങനെ എങ്ങനെ ഇൻഫ്ലുവൻസ് എന്നുള്ള രീതിയിലാണല്ലോ പറയണേ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വാക്കുകള് ഉപയോഗിക്കുന്ന രീതി, നിങ്ങൾ ഒരാളെ വിമർശനം എന്നുള്ള രീതിയിൽ അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് പറയുന്ന സമയത്ത് ഇതും കാണാൻ പിള്ളേര് തൊട്ട് മുതിർന്നവർ വരെ ഉണ്ട്.
അപ്പൊ ഇതും അവരുടെ തലച്ചോറിന്റെ അകത്തേക്കും മനസ്സിലേക്കും കയറിയിട്ട് അത് അവരെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൂടി ചിന്തിക്കണം. അപ്പൊ നമ്മൾ പറയുമ്പോ എല്ലാ ഭാഗത്തു നിന്നിട്ടും നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടോ? ഇനിയിപ്പോ കുറെ പേര് വന്നിട്ട് കമന്റ് ബോക്സിൽ പറയാൻ സാധ്യതയുണ്ട്. ഞാൻ പല ആൾക്കാരുടെ വീഡിയോസിന്റെ താഴെയും കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു ഭയങ്കര ചീത്തവിളിയായിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ എന്താണ് ദയാ സുജിത് എന്ന് പറഞ്ഞ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞവരൊക്കെ പോയിട്ട് പലരും പോയിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ട്. ഇപ്പൊ വന്നിട്ട് പറയും നിന്റെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ വല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ മിണ്ടാതിരിക്കുമോ, നീ എൻകറേജ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരും. എനിക്ക് അവരോട് പറയാനുള്ളത് നൺ ഓഫ് യുവർ ബിസിനസ്. കമന്റ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നൺ ഓഫ് യുവർ ബിസിനസ്. യു ജസ്റ്റ് എന്താ പറയാ, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് നോക്ക്, നിങ്ങളുടെ കാര്യങ്ങൾ നോക്ക്, അവനവന്റെ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. അല്ലാതെ നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ വീട്ടിലുള്ളവർ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവരുടെ വീട്ടിൽ എന്തിനാണ് ഈ കണ്ണിക്കണ്ട ആൾക്കാരുടെ വീട്ടിലുള്ളവർ എന്താണ് കഴിക്കുന്നത്, എന്താണ് ഇടുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് എത്തി നോക്കാൻ എന്തിനാണ് ഇത്ര താല്പര്യം? എന്ത് കാര്യത്തിനാണ്? അവനവന്റെ വീട്ടിൽ തന്നെ 1008 പ്രശ്നം ഉണ്ടാവും, 1008 കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഇതിന്റെ ഇടയിൽ കൂടെ ഇനി അടുത്ത വീട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നവും നോക്കി അടുത്തുള്ള ആൾക്കാരെ നോക്കിയിട്ട് അവരെ ഉപദേശിച്ച് എന്ത് കാര്യം എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം. എന്തത്? നമ്മൾ ഈ സൊസൈറ്റിയെ കുറിച്ചിട്ടും ഇവിടുത്തെ കേരളത്തിന്റെ കൾച്ചറിനെ കുറിച്ചിട്ടൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും. എന്താണ് ഈ സംസ്കാരം എന്ന് പറയുന്ന സംഭവം? ഈ കണ്ടവരുടെ വീട്ടിൽ എത്തി നോക്കിയിട്ട് ചീത്ത വിളിക്കുന്നതോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ട ആൾക്കാരുടെ എന്താണ് വസ്ത്രത്തിനെ കുറിച്ചിട്ടും അവരുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചിട്ടും അതിലൊക്കെ കയറിയിട്ട് ഇടപെട്ടിട്ട് 1008 അഭിപ്രായങ്ങൾ പറയുന്നതൊക്കെയാണ് ഈ പറഞ്ഞ കേരളത്തിന്റെ കൾച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ വലിയ കാര്യത്തിൽ പറയുമല്ലോ, നമ്മുടെ സമൂഹത്തിനൊരു എന്താ പറയുക കൾച്ചർ ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിനൊരു സംസ്കാരം ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമല്ലോ. കേരളത്തിന്റെ സംസ്കാരം ഒന്നും എടുത്തു പറയണ്ട. പൊതുവെ മനുഷ്യന്മാർക്ക് വേണ്ടൊരു സംസ്കാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവനവന്റെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക. സ്വയം സെൽഫിഷ് ആവണം, ആരെയും ഹെൽപ്പ് ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ആൾക്കാരെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കാതെ അവനവന്റെ കാര്യങ്ങൾ നോക്കി അതിന് കുറച്ച് പ്രയോറിറ്റൈസ് ചെയ്ത് മുമ്പോട്ട് പോവുക, ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സമൂഹത്തിൽ ദോഷമായിട്ട് ബാധിക്കുന്നു അല്ലെങ്കിൽ സമൂഹത്തിൽ മോശമായ പ്രവർത്തികൾ ചെയ്യുന്നു എന്നുള്ള സാഹചര്യമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനെയൊക്കെ വിമർശിക്കാം. അതിനിവിടെ നിയമവും കോടതിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ആ വഴി അവര് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം, കോടതി നിയമമൊക്കെ ഇടപെടട്ടെ. അല്ലാത്തോടത്തോളം കാലം നമ്മൾ ഈ പറഞ്ഞ സംസ്കാരത്തിനെ കുറിച്ചിട്ടും ഭയങ്കരമായിട്ടൊക്കെ വർത്താനം പറഞ്ഞിട്ട് നമ്മൾ തന്നെ ഇരുന്നിട്ട് ഈ കണ്ടവരുടെ കാര്യത്തിൽ കയറി ഇടപെടുക, അവിടെ ചീത്ത വിളിക്കുക, ബാക്കിയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടി പോവുക, കണ്ടവരുടെ തെറ്റ് കണ്ടുപിടിക്കുക. ഇതാണോ നമ്മുടെ സമൂഹത്തിന്റെ കൾച്ചർ എന്ന് പറയുന്ന സംഗതി? ഐ ഡോണ്ട് തിങ്ക് സോ. ഇപ്പൊ ഞാൻ തുറന്നു പറയാലോ, ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയത്. മനസ്സിലായോ? ചാനൽ നോക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. ആ പരിപാടി ഞാൻ നിർത്തി. കാരണം എനിക്ക് കാശ് വേണ്ട, എനിക്ക് ഒരുപാട് പൈസ ഒന്നും വേണ്ട ജീവിക്കാൻ യൂട്യൂബിന്റെ അകത്തൊന്നും. നോ നീഡ്. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ സോഷ്യൽ റെലവൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ എനിക്ക് വേണമെങ്കിൽ പലയിടത്തൊന്നും കണ്ടന്റ് പൊക്കിക്കൊണ്ട് ഡെയിലി വന്ന് ഈ 2-3-4 വീഡിയോസ് ഒക്കെ എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടൊന്നല്ല, മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി തന്നെയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും കിട്ടും. എനിക്ക് റീച്ച് ഡൗൺ ആവാനുണ്ടായ റീസണും ഞാൻ കുറെ ഗ്യാപ്പ് എടുക്കുന്നു. ഇതൊന്നും കണ്ടവരുടെ ജീവിതത്തിൽ നോക്കണ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു കാര്യമാണ്. മനസ്സിലായി? ഇപ്പൊ ഞാൻ മര്യാദയ്ക്ക് സിനിമ കാണാൻ വേണ്ടി പോകുന്നു. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് സിനിമ കാണാൻ. ഞാൻ കാശ് കൊടുത്ത് സിനിമ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഞാൻ വളരെ വായനയായിട്ട് വന്നിരുന്നു പറയാറുണ്ട്. എന്റെ പരിപാടിയൊക്കെ ഞാൻ പോകും. ഇൻസ്റ്റാഗ്രാമിന്റെ അകത്താണെങ്കിലും പഴയ സിനിമകൾ സജസ്റ്റ് ചെയ്തിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് ആർക്കും ഒരു ഉപദ്രവമില്ലാണ്ട് ഒരു സൈഡ് കൂടെ പോവുകയാണ്. എനിക്ക് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ അകത്തുനിന്ന് 10 പൈസ വേണ്ട. ഞാൻ ഇനി കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ഇപ്പൊ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. ഞാൻ പലരിടത്തും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ചെയ്യട്ടെ. വെറുതെ കണ്ട ആൾക്കാരുടെ വായിരിക്കണ കേൾക്കാൻ വേണ്ടി നിൽക്കണോ എന്നുള്ളൊരു ഇത് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ഷിബീന ബേബി ആണെങ്കിൽ ഐ ഡോണ്ട് നോ, അവര് ഇപ്പൊ ഇനി വന്ന് ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് ഈ ഒരു സാധനം ഉണ്ട്, വെറുതെ ഒരു ടോക്സിസിറ്റി വെറുതെ മൈൻഡിൽ. എനിക്ക് ഞാൻ വളരെ പോസിറ്റീവായിട്ട് ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഈ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ തലയെ കയറ്റുക അല്ലെങ്കിൽ ഇത് താല്പര്യമില്ലാത്ത ഒരാളാണ്. സീരിയസ്ലി മാൻ. എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യണതിന് മുമ്പ് വേണം അവര് വന്ന് തന്തയ്ക്ക് വിളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ സുഖം. അല്ല, ഈ സാധനം എനിക്കുണ്ട്. അപ്പൊ എന്റെ അടുത്ത് 1-2 പേര് ചെയ്യാനും പറഞ്ഞു, 1-2 പേര് എന്റെ അടുത്ത് ചെയ്യണ്ട എന്നുള്ള രീതിയിലും ആക്ച്വലി പറഞ്ഞു. ഞാൻ അപ്പൊ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതാണ്. പക്ഷെ എനിക്ക് എന്തോ എനിക്ക് പേഴ്സണലി മഞ്ജു പിള്ള എന്ന് പറയുന്നത് അവരെനിക്ക് ഇഷ്ടമാണ്. പേഴ്സണലി ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക്
അവര് നല്ലൊരു നടിയാണ്. കുറെ നാളുകളായിട്ട് നമ്മൾ അവരെ കാണുന്നതാണ്. അപ്പൊ അവരുടെ മകളാണെന്നുണ്ടെങ്കിൽ അവരെയും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ മര്യാദയ്ക്ക് ഒരു സൈഡിൽ കൂടെ അവനവന്റെ കാര്യം നോക്കി ജീവിച്ചിട്ട് മാന്യമായിട്ട് ജീവിച്ച് മുമ്പോട്ട് പോവുകയാണ്. ആർക്കും ഒരു ദ്രോഹമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലിയാണ്. ഓക്കെ, ഈ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രായമൊന്നുമില്ല, 10-22 വയസ്സെങ്ങാണ്ട് ഉള്ളൂ എന്നാണ് എന്റെ ഒരു വിശ്വാസം. ശരിയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇരുന്ന് അനാവശ്യമായിട്ട് വിമർശനാണെങ്കിൽ പോട്ടെ, ഇരുന്ന് ചീത്ത വിളിച്ചിട്ട് ഈ എന്താണ് അത് ബാക്കി കൂടി ഊര് വന്നിട്ട് പിടിച്ചിട്ട് പോട്ടെ, ഞെക്കിട്ട് പോട്ടെ, ഈ ലെവലിലേക്കൊക്കെ പറയുന്ന സമയത്ത് ഇത് എന്റെ മണ്ടേ കിടന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. മനസ്സിലായില്ലേ? ഈ മണ്ടേ കിടന്ന് ഇങ്ങനെ കറങ്ങുക. ഈ രീതിയോട്, അതിന്റെ ഈ ഒരു അപ്രോച്ചിനോട് വല്ലാത്തൊരു വിയോജിപ്പ് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് വന്നത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കാം. എന്റെ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഞാൻ അത്ര ആക്റ്റീവ് അല്ല, ഐ ആം നോട്ട് ആക്റ്റീവ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ യൂട്യൂബിൽ അത്ര ഭയങ്കരമായിട്ട് പഴയ പോലെ ആക്റ്റീവ് ഒന്നുമല്ല. ഞാൻ വളരെ സ്ലോ ഡൗൺ ചെയ്തിട്ട് ഇത് മെല്ലെ നിർത്താനുള്ള പരിപാടിയിലൊക്കെയാണ്. ഇത് ചെയ്യാനുള്ള റീസൺ ഞാൻ വളരെ ജെനുവിനായിട്ട് പറഞ്ഞു. എനിക്കത് അത്ര ശരിയായിട്ട് തോന്നിയില്ല ഇങ്ങനൊരു രീതിയിൽ അപ്രോച്ച് ചെയ്തത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി വസ്ത്രത്തിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോ എല്ലാവരും ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഇതിന്റെയൊക്കെ പേരിൽ നന്നാക്കാനാണ് പരിപാടി എന്നുണ്ടെങ്കിൽ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞു പ്രാക്ടിക്കലി എന്ന് പറയാൻ കാരണം അതാണ്. നിങ്ങള് ഈ കമന്റ് ബോക്സിൽ പല ആൾക്കാരുടെ വീഡിയോന്റെയും കമന്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു, എന്താ പറയാ, ഇവരെ ഡിഫെയിം ചെയ്തുകൊണ്ട്, ഈ പെൺകുട്ടീനെ ഡിഫെയിം ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് ഇരുന്നിട്ട് സംസാരിക്കുന്നത്, ചീത്ത വിളിച്ചുകൊണ്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിന് സോഷ്യൽ മീഡിയയില് ഇവിടെ ലീഗലി എന്താ പറയാ പെർമിഷൻ ഉള്ള ഒരു രീതിയിലുള്ള മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വസ്ത്രം ഇട്ടിട്ടൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷ എന്താ, വാക്കുകൾ എന്താ, ഈ മാന്യതയെക്കുറിച്ചും അല്ലെങ്കിൽ കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ വാനോളം പൊക്കി അടിക്കുന്ന ആളുകള് മോശപ്പെട്ട വാക്കുകൾ വെച്ചിട്ടാണ് ഈ പുള്ളിക്കാരിനെ ചീത്ത വിളിക്കണത്. അത് എന്തൊരു കോൺട്രാഡിക്ഷൻ ആണ്. നമ്മളിപ്പോ ഒരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വിമർശനം നമ്മൾ ഉന്നയിക്കുന്ന സമയത്ത് നമ്മൾ ക്ലീൻ ആയിരിക്കണം, നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാണ്ട് തെറി വിളിക്കാതെ നായിന്റെ മോനെ എന്ന് പറയുന്ന പോലെ ഇരിക്കും. അതായത് തെറി വിളിക്കണേന്ന് വേറൊരാളെ ഉപദേശിക്കുന്നു, നമ്മൾ ആ ഉപദേശം നടത്തിയത് തന്നെ നായിന്റെ മോനെ എന്ന് വിളിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പറഞ്ഞതിന്റെ അർത്ഥം കമന്റ് ബോക്സുകളിലൊക്കെ ഭയങ്കര ഉപദേശം. അതായത് എന്താണ്, ഈ പുള്ളിക്കാരിയെ ന്യായീകരിക്കണ്ട, അതായത് ഈ പറഞ്ഞ സുജിത്ത് എന്ന് പറഞ്ഞവരെ ന്യായീകരിക്കണ്ട, അവര് ചെയ്തത് ശരിയല്ല, അവരുടെ വസ്ത്രം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കാൻ വേണ്ടി പോകുന്നത് അസഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടിയിട്ടാണ്. അത് കോൺട്രാഡിക്ഷൻ അല്ലേ? സോ മാന്യത പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അവനവൻ മാന്യത കീപ്പ് ചെയ്തുകൊണ്ടായിരിക്കണം വർത്താനം പറയേണ്ടത്. അല്ലാതെ കാമുണ പറഞ്ഞിട്ട് ഉപദേശവും ശരിയായിട്ടുള്ള കാര്യമില്ല. അത്ര ഞാൻ പറയുന്നുള്ളൂ. നമ്മളിതാ പറയേണ്ടത് പറഞ്ഞു, ഇതാ പോകണം. റോസ്റ്റിങ്ങിനും നമ്മളില്ല. ഇനി ഇതിന്റെ അപ്ഡേഷനോ തേങ്ങാക്കൊല എന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പോ ഈ വീഡിയോ എത്ര പേര് കാണുന്നു എനിക്കറിയില്ല. മൊത്തത്തിൽ ചാനൽ അടിച്ചു പോയി കിടക്കുകയാണ്. ഇനിയിപ്പോ ഇത് ആൾക്കാർ കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി, ഇനി ഇതിന്റെ പുറത്ത് എന്നെ ആൾക്കാർ വന്ന് ചീത്ത വിളിച്ചാലും ശരി ചീത്ത വിളിച്ചില്ലെങ്കിലും ശരി, ഞാൻ പറയേണ്ട കാര്യങ്ങൾ മാന്യമായിട്ടാണ് വന്ന് പറഞ്ഞത്. എന്റെ ക്വാളിറ്റി ഞാൻ കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നിരുന്ന് സംസാരിച്ചത്. ഞാൻ അസഭ്യമായ വാക്കോ അല്ലെങ്കിൽ ആരെയും ആക്ഷേപിക്കുകയോ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു മനുഷ്യന് വേണ്ട സംസ്കാരം എന്താണ്? മനുഷ്യന് വേണ്ട സംസ്കാരം, ഒരു മനുഷ്യന് വേണ്ട ക്വാളിറ്റി എന്താണ്? ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അനാവശ്യമായിട്ട് ആളുകളുടെ മെക്കെട്ട് കയറാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, അവനവന്റെ കാര്യം നോക്കുക, കണ്ടവരുടെ വീട്ടിലേക്ക് എത്തി നോക്കാതിരിക്കുക, ഈ മര്യാദ കീപ്പ് ചെയ്യുക, ഗോസിപ്പ് പറയാതിരിക്കുക, മഞ്ഞപ്പത്രം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതാണ് കൾച്ചർ, ഇതാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം. ഇങ്ങനെയാണ് ആക്ച്വലി ആയിരിക്കേണ്ടത്. ഇതായിരിക്കണം സംസ്കാരം. അല്ലാണ്ട് ഈ പറഞ്ഞ നാടിന്റെ സംസ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു മനുഷ്യന്റെ വസ്ത്രത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ അടിച്ചു വെക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നതാണ്. ആർ യു സീരിയസ്? ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു നാടിന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടുത്ത വസ്ത്രത്തിലാണോ ഇരിക്കുന്നത്? വസ്ത്രത്തെക്കാട്ടിലുപരി ഒരു മനുഷ്യന്റെ പെരുമാറ്റം, ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഇരിക്കണം സംസ്കാരം, അതിലുണ്ടാവണം സംസ്കാരം. ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം അവിടെ ഉണ്ടാവണം. അല്ലാതെ ഇരുന്നിട്ട് ബാക്കിയുള്ളവരുടെ വസ്ത്രം സംസ്കാരം എന്ന് പറഞ്ഞ കരയാൻ വേണ്ടി പോയിട്ട് കാര്യമില്ല.
ജെനുവിൻലി സ്പീക്കിംഗ് ഗൈസ്. പിന്നെ നമ്മുടെ നാട്ടില് ചെറിയ കുട്ടികളെ വരെ പീഡിപ്പിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ വരെ, പിഞ്ചു കുട്ടികളെ വരെ. എന്ത് കണ്ടിട്ടാണ് അവരെ പീഡിപ്പിക്കുന്നത്? അവരുടെ വസ്ത്രം കണ്ടിട്ടാണോ പീഡിപ്പിക്കുന്നത്? ഇവരുടെ വസ്ത്രം കണ്ടിട്ടാ? അല്ല. ഈ പീഡിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വേറെന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. വേറെന്തൊക്കെയോ പ്രശ്നങ്ങളാണ്. അവർക്ക് വസ്ത്രം കാണണമെന്നൊന്നുമില്ല. അവർക്ക് ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിലും അവര് ചെയ്യും. മനസ്സിലായ? അപ്പൊ ഇവിടെ ഈ വസ്ത്രത്തിന്റെ പുറത്ത് എല്ലാം കൂടി കൊണ്ടുപോയി വെച്ച് കെട്ടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ബസ്സിൽ കയറുന്ന ഞരമ്പന്മാര്, മാന്യമായ ആളുകള് ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാല് ഒരു പെണ്ണ് എന്ത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും അങ്ങോട്ട് കാര്യമായിട്ട് തുറിച്ച് നോക്കാനും പോവില്ല. അവരെ പോയിട്ട് നോണ്ടാനും പിച്ചാനും ഒന്നും നിൽക്കത്തുമില്ല. മനസ്സിലായ? നേരെ മറിച്ചൊരു ഞരമ്പനാണെന്നുണ്ടെങ്കിൽ ഒരു ബസ്സിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഫുള്ള് പറതിയിട്ട് മറച്ചാലും എങ്ങനെയൊക്കെ മൂട്ടിപ്പൊളിച്ച് വെച്ച് കഴിഞ്ഞാലും ഞരമ്പനാണെങ്കിൽ വന്ന് തോണ്ടും തിരിച്ചുമൊക്കെ ചെയ്യും. അതിന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു വസ്ത്രം ഇട്ടു എന്നുള്ളൊരു കാരണം കൊണ്ട്, ഇത് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറയുന്ന കേട്ടോ, പ്രാക്ടിക്കലായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. അല്ലാണ്ട് ഇമോഷന്റെ പുറത്ത് വർത്താനം പറഞ്ഞാൽ വിഡ്ഢിയാവും. ഇമോഷന്റെ പുറത്ത് വർത്താനം പറയാന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണ്. അങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. പ്രാക്ടിക്കലി സംസാരിക്കണം. പ്രാക്ടിക്കലി നിങ്ങൾ തന്നെ ചരിത്രം എടുത്ത് നോക്കൂ. ഞാൻ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ട് വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ ന്യൂസ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികളെ വരെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നേ. വസ്ത്രം നോക്കിയിട്ടൊന്നും അല്ല ഇവിടെ ആൾക്കാർ കയറി പിടിക്കാനും ഞെക്കാനും ഒക്കെ നിൽക്കുന്നത്. അത് അവരുടെ പ്രശ്നമാണത്. ഈ ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്. അല്ലാന്ന് വെച്ചാൽ ആൾക്കാർ പറയുന്ന ഒരു ലൈൻ ഉണ്ട്, എന്താ പറയാ, പെണ്ണുങ്ങളോ വസ്ത്രം ധരിച്ചത് കൊണ്ട് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളങ്ങനെ നമുക്കൊന്നും തോന്നുന്നില്ലല്ലോ. ഇപ്പൊ ഞാനാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഞാനും വായ നോക്കാറുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. മനസ്സിലായി? വായ നോക്കും. പക്ഷെ അവരെ ഇങ്ങനെ തുറിച്ചു നോക്കി, ഇങ്ങനെ അട്ടി മുട്ടി ഇങ്ങനെ നോക്കി അവരെയും അൺകംഫർട്ടബിൾ ആക്കി, ഇൻസെക്യൂർഡ് ആക്കി, സ്വയം ഒരു നാറിയാവുന്ന പരിപാടി നമ്മൾ ചെയ്യാറില്ല. അത് എന്റെ ക്വാളിറ്റി. അത് എന്റെ ഉമ്മർത്ത് നിൽക്കുന്നത് കംപ്ലീറ്റ്ലി മൂടി പൊതിച്ച ഒരാളാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിലും ഞാൻ എന്റെ ക്വാളിറ്റി വിട്ടുകൊണ്ട് കളിക്കൂല. അത് അവനവന്റെ ക്യാരക്ടറാ. മനസ്സിലായില്ലേ? ഞാൻ ദുബായിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ അവിടെ ക്യാമ്പസിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ പലതരത്തിലുള്ള മോഡേൺ വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയുള്ള ഞാനടക്കമുള്ള പിള്ളേരെന്താണ് അവരുടെ പലവടയിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടി? നോ. കാരണം എന്താ? നമ്മൾ പുറമേ പോയിട്ട് നമുക്ക് പഠിച്ച ശീലമുണ്ട്. നമുക്ക് പല ആൾക്കാരുടെയും വസ്ത്ര കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല ശീലമുണ്ട്. നമുക്ക് അത് ഇങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്ത് ഇങ്ങനെ അത് അമ്മിങ്ങ അല്ലെങ്കിൽ ഇത് ചന്തി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് നോക്കി വെള്ളറക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഇതൊക്കെ ഒരു ശീലത്തിന്റെയും കൂടിയും കാര്യമാണ്. നമ്മളിത് ഒബ്ജക്ടിഫൈ ചെയ്ത് നമ്മളിതിനെ കാണുമ്പോഴാണ് കൂടുതൽ പുരിവാലി. അതങ്ങനെ കണ്ട് ശീലിക്കുന്നതിന്റെ പ്രശ്നമാണ്. അപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മള് പുറമെ ബാംഗ്ലൂർ പോയിട്ടുണ്ട്, ബോംബെയിൽ പോയിട്ടുണ്ട്, ദുബായിൽ പഠിച്ചിട്ടുണ്ട്, അവിടെ കുറെ നാൾ ഉണ്ടായിട്ടുണ്ട്. ഇനി അവിടെ തന്നെയാണ് പഠിക്കാനും ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ തന്നെയാണ് ജോലി പരിപാടിയൊക്കെ. അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവുന്നില്ല. അവരങ്ങനെ വസ്ത്രം ധരിക്കുന്നതുകൊണ്ടും ആർക്കും ഒരു ഉപദ്രവവും ഇല്ല. ആരും അവരെ വായ നോക്കാൻ പോണില്ല, ആരും അവരെ പിടിക്കാനും പോകുന്നില്ല. അതൊന്നും ആരും കൺസേൺഡ് പോലും അല്ല. അതാണ് ക്വാളിറ്റി. മനസ്സിലാവണ്ട. അല്ലാണ്ട് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ദാറ്റ്സ് ഒരുപാട് പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. ബൈ ബൈ, ഗുഡ് നൈറ്റ്.